ഹായ്, അങ്ങനെ കൊച്ചിയിലും എത്തിയിരിക്കുന്നു എന്ന വലിയ വിശേഷം നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ദീർഘകാലമായി നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ചോദ്യമാണ്, സൈലം എപ്പോഴാണ് കൊച്ചിയിലേക്ക് വരിക? സൈലത്തിൻ്റെ ഒരു കൊച്ചി ക്യാമ്പസ് കേരളം കാത്തിരിക്കുന്നു എന്നത്. സൈലത്തെ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ട്രിവാൻഡ്രത്തും കോഴിക്കോട്ടും തൃശ്ശൂരും കോട്ടയത്തുമെല്ലാം സൈലം ക്യാമ്പസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതാ കൊച്ചിയിലേക്ക് വരികയാണ്. മറ്റു പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്കെല്ലാം സൈലം ക്യാമ്പസ് അടുത്ത അക്കാഡമിക് ഇയറോടുകൂടെ വരാൻ പോവുകയാണ്. കൊച്ചിയിൽ എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ കൊച്ചിയിൽ എവിടെ എന്ന ചോദ്യം സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിലുണ്ടാവും. കൊച്ചിയിൽ എന്താണ് ആദ്യമായി സൈലം ആരംഭിക്കാൻ പോകുന്നത് എന്ന തോന്നലും നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇതിനെല്ലാമുള്ള ഉത്തരങ്ങളിലേക്കാണ് ഞാൻ വരാൻ പോകുന്നത്. എവിടെ എന്ന ചോദ്യത്തിന് ആദ്യം ഞാൻ ഉത്തരം പറയാം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പാലാരിവട്ടത്താണ്. പാലാരിവട്ടത്തുള്ള എറണാകുളം മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലിന് തൊട്ട് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. എറണാകുളം മെഡിക്കൽ സെന്റർ കേരളത്തിനും കൊച്ചിക്കാർക്കുമൊക്കെ സുപരിചിതമാണ്, ഞാൻ എടുത്തു പറയേണ്ടതില്ല. എറണാകുളം മെഡിക്കൽ സെന്ററിന് തൊട്ടടുത്തായാണ് സൈലം ക്യാമ്പസ്. സോ ലൊക്കേഷനെ കുറിച്ച് യാതൊരു കൺഫ്യൂഷനും നിങ്ങൾക്ക് വേണ്ട. ഈ റോഡ് ക്രോസ് ചെയ്ത് വണ്ടികൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഈ റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ പോകുന്നത് മെഡിക്കൽ സെന്ററിന്റെ റോഡിലേക്കാണ്. അതിന് തൊട്ടടുത്തായി സൈലം ക്യാമ്പസ് നിങ്ങൾക്ക് കാണാം. സൈലം ക്യാമ്പസ് പണി തീർന്ന് ഈ മാസം ഉദ്ഘാടനം ചെയ്യപ്പെടാവുന്നതിന്റെ അവസാന ഘട്ടത്തിലേക്ക് വരികയാണ്. ഏത് കോഴ്സ്, എന്തൊക്കെ ആരംഭിക്കുന്നു തുടങ്ങിയ വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്ന് പറയാം. ഈ വണ്ടികൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഇതിനിടയിലൂടെ ഈ റോഡ് ക്രോസ് ചെയ്ത് ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. റോഡ് ക്രോസ് ചെയ്ത് മെഡിക്കൽ സെന്ററിന് തൊട്ടടുത്ത് എന്ന് ഞാൻ പറയുമ്പോൾ എത്ര അടുത്താണ് എന്ന കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവുക. ഈ കാണുന്നതാണ് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതിന് തൊട്ടടുത്തായി കാണുന്ന ബിൽഡിംഗ് ആണ്. സോ എറണാകുളത്തിന്റെ ഏറ്റവും പ്രൈം ലൊക്കേഷനിലാണ് സൈലത്തിന്റെ പുതിയ ക്യാമ്പസ് എറണാകുളത്ത് വന്നിരിക്കുന്നത്. നമ്മളെ കാത്ത് പണി പുരോഗമിക്കുകയാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഈ മാസം ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്ന ക്യാമ്പസ് ആണ്. പണിയുടെ ഒക്കെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് മിഷേൽ സാർ ഇവിടെ നിൽക്കുന്നുണ്ട്. മിഷേൽ സാറിനെ കാണുമ്പോൾ തന്നെ നമ്മളുടെ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളുടെ മനസ്സിലായിട്ടുണ്ടാവും. എന്താണ് ഈ ക്യാമ്പസിൽ സൈലം ആരംഭിക്കാൻ പോകുന്നത്? ഏത് കോഴ്സുമായാണ് സൈലം എറണാകുളത്തേക്ക് കാലുകുത്താൻ പോകുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം മിഷേൽ സാറിനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവും. കേരളത്തിലെ കൊമേഴ്സ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും പ്രമുഖനായ അധ്യാപകരിൽ ഒരാൾ. കൊമേഴ്സ് സ്റ്റുഡൻസിന് യാതൊരു ഇൻട്രൊഡക്ഷനും ആവശ്യമില്ലാത്ത ACCയുടെ ലെജൻഡ് ഫാക്കൽറ്റികളിൽ ഒരാൾക്കൊപ്പമാണ് എറണാകുളത്തെ സൈലം ക്യാമ്പസിന്റെ പുതിയ സൈലം ക്യാമ്പസിന്റെ മുറ്റത്ത് ഞാൻ നിൽക്കുന്നത്. സാർ, മെഡിക്കൽ സെന്ററിന് തൊട്ടടുത്തെന്ന് പറയുമ്പോൾ നമ്മളുടെ കുട്ടികൾക്കെല്ലാം വളരെ എളുപ്പം ആക്സസ് ഉള്ള ഒരു സ്ഥലത്താണല്ലേ ക്യാമ്പസ്? വളരെയധികം. ആക്ച്വലി ഇത് EMC ഇവിടെ റൈറ്റ് സൈഡിലുണ്ട്. ഇത് നമ്മൾ മുമ്പിൽ കാണുന്നത് പാലാരിവട്ടം വൈറ്റില നാഷണൽ ഹൈവേ ആണ്. ചുറ്റും കുറെ റെസ്റ്റോറൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നഗരത്തിനെ പൂർണ്ണമായി എക്സ്പ്ലോർ ചെയ്യാവുന്ന രീതിയിൽ ഞാനിങ്ങനെ കാണുകയായിരുന്നു. മാക്സ് ഉണ്ട്, ഒരു വെജ് റെസ്റ്റോറന്റ്, മറ്റ് റെസ്റ്റോറന്റുകൾ, മാളുകൾ, എല്ലാത്തിനും നടുവിലായി ഒരു 2-3 കിലോമീറ്റർ ലെഫ്റ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമ്മുടെ പുതിയ മാള്, നമ്മുടെ ഫോറം മാള് ലെഫ്റ്റ് സൈഡ് തൊട്ടടുത്താണ്. എല്ലാത്തിന്റെയും സെന്ററിലായിട്ടാണ് എല്ലാത്തിന്റെയും സെന്ററിലാണ്. ഈസിലി ബസ് ആക്സസിബിൾ ആണ്. മുമ്പിൽ തന്നെ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. മൊത്തത്തില് ഒരു എന്താ പറയാ, ഇത് മെഡിക്കൽ സെന്ററിന്റെ ഓട്ടോ സ്റ്റാൻഡ് ഇവിടെയാണല്ലേ, നമ്മളുടെ മുമ്പിലാണല്ലേ? അതെ, മൊത്തത്തില് കുട്ടികൾക്ക് എളുപ്പത്തിൽ എല്ലാ രീതിയിലും വരാവുന്ന സ്ഥലത്താണ്. എറണാകുളം പോലൊരു നഗരത്തിലേക്ക് സൈലം വരുന്ന സമയത്ത് എവിടെയാണ് ആരംഭിക്കേണ്ടത് എന്ന ചോദ്യം ഞങ്ങളുടെ മുമ്പിൽ സ്വാഭാവികമായും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും കൊമേഴ്സ് പോലെ ഒരു ഗ്ലാമറസ് പ്രോഗ്രാം, ഒരു കോഴ്സ് പ്രോഗ്രാം കൊണ്ടുവരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ എറണാകുളത്ത് പ്രിഫർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമുമായി വരുന്ന സമയത്ത് ആധുനികമായ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ക്യാമ്പസ് ആയിരിക്കണം സൈലത്തിന്റെ ക്യാമ്പസ് എന്ന തീരുമാനം നമുക്കുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ പോയിന്റിന് നമ്മൾ ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ലൊക്കേഷൻ തന്നെയാണ് അതിന് ഏറ്റവും പെർഫെക്റ്റ് ആയി പറയേണ്ട ഫസ്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഏറ്റവും പ്രൈം ലൊക്കേഷനിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആക്സസ് ഉള്ള ഒരിടത്ത്, കുട്ടികളുടെയും പാരൻസിന്റെയും എല്ലാം എക്സ്പ്ലോർ ചെയ്യാവുന്ന മാക്സിമം സാധ്യതകളുള്ള ഒരിടത്ത് സൈലം ക്യാമ്പസ് വരികയാണ്. സാറ് കുറേ ദിവസമായി ഇതിന്റെ മേൽനോട്ടം ഒക്കെയായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ട്. ACCA ആയിരിക്കണം ആദ്യം ഈ ക്യാമ്പസിൽ ആരംഭിക്കേണ്ടത് സാറിന്റെ കൂടെ ഒരു അഭിമാന പ്രശ്നമായിരുന്നല്ലേ? അതായത് കുട്ടികൾ ACCA സ്റ്റുഡൻസ് എപ്പോഴും ഡിമാൻഡ് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സസ്. അതിപ്പോൾ നമ്മൾ എന്തായാലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എവിടെയാണെങ്കിലും. ഇൻഫ്രാസ്ട്രക്ചർ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം എപ്പോഴും ACCA സ്റ്റുഡൻസിന് ഒരു റിക്വയർമെന്റ് ആണ്. അപ്പം ഈ ഒരു ക്യാമ്പസ് റെഡി ആവുന്നതോടുകൂടി കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ACCA ക്യാമ്പസ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമായിട്ട് സൈലം മാറുമെന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. അപ്പൊ അതിന്റെ
പണിപ്പുരയിലാണ് നമ്മളുള്ളത്. ഇതിന്റെ ഒരു ഷോട്ട് നമ്മൾ തരും ഈ ബിൽഡിങ്ങിൻ്റെത്. ഇത് 6 നില ബോർഡൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. 5 നില 6 നിലയുള്ള ഒരു ബിൽഡിംഗ് ആണ്. CA-യുടെയും ACCA-യുടെയും CMA-യുടെയും ഒക്കെ കോഴ്സുകൾ, കൊമേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട കോഴ്സുകളും ഇവിടെ പൂഴിയൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, പണി നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. മിഷേൽ സാർ, നമുക്ക് ഈ മാസം അവസാനത്തോടു കൂടി നമ്മൾ ഓൾമോസ്റ്റ് ബിൽഡിങ്ങിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യും. മിഷേൽ സാറിന്റെ ഉറപ്പാണ്. സാറ് നിങ്ങളോട് പറഞ്ഞു, ഞങ്ങളെക്കാൾ കൂടുതൽ സമയം ഈ ക്യാമ്പസിന്റെ ഭാഗമായി അദ്ദേഹം ഉണ്ടായിരുന്നു. മറ്റ് അധ്യാപനത്തിന്റെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഈ ഒരു പരീക്ഷാ സീസണിൽ ഈ ക്യാമ്പസ് ഏറ്റവും ഗംഭീരമായ ക്യാമ്പസായി പടുത്തുയർത്തണം, കേരളത്തിൻ്റെ ഒരു അഭിമാന സ്തംഭമായി ഈ ക്യാമ്പസ് മാറണം എന്നൊക്കെയുള്ള ആഗ്രഹത്തോടു കൂടിയാണ് മിഷേൽ സാർ ഇവിടെ നിൽക്കുന്നത്. സാറിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ അധ്യാപകരുടെ ഒരു നിര അല്ലെ, പൂജാ മാമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അല്ലെ? പൂജാ മാമിനെയും മിഷേൽ സാറിനെയും ഒക്കെ പോലെയുള്ള ബാക്കിയുള്ളവരുടെ പേരൊന്നും ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. കേരളത്തിൽ ACCA-യുടെ മുഴുവൻ ലീഡിംഗ് ഫാക്കൽറ്റീസും ഇവിടെ അണിനിരക്കാൻ വേണ്ടി പോവുകയാണ് ഈ മാസം. അതിലേക്കൊക്കെ മിഷേൽ സാർ വരും. നമുക്ക് പണി തീർന്നുകൊണ്ടിരിക്കുന്ന ക്യാമ്പസിന്റെ അകത്തേക്കൊന്ന് പോവാം. ഇതാണ് നമ്മുടെ സൈലത്തിന്റെ ലോഞ്ച്, ബിൽഡിങ്ങിന്റെ ലോഞ്ചാണ്. ലിഫ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ കാണാം. ഫുള്ള് കുട്ടികൾ ലിഫ്റ്റ് ആക്സസ് ഉണ്ട് അല്ലെ? എല്ലാ ഫ്ലോറിലേക്കും ആക്സസ് ഉണ്ട്. കുട്ടികൾ വെറുതെ സ്റ്റെയർ കയറി ക്ഷീണിക്കണ്ട എന്ന രീതിയിൽ നമ്മൾ ലിഫ്റ്റ് വെച്ചതാണ്. ലോഞ്ചിന്റെ ഒക്കെ പണി നടക്കുകയാണ്. ലിഫ്റ്റ് ആക്സസ് ഇവിടെ ഉണ്ട്, എല്ലാ ഫ്ലോറിലേക്കും ലിഫ്റ്റ് ആക്സസ് ഉണ്ട്. ക്ലാസ് റൂമുകളുടെ ഒക്കെ പണി, വലിയ ക്ലാസ് റൂമാണ്. മാക്സിമം ഉപയോഗിക്കുന്ന രീതിയിലാണ്. കംപ്ലീറ്റ്ലി ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം ആയിരിക്കും ഇവിടെ വരാൻ പോകും. എല്ലാ ക്ലാസ് റൂമും വലിയ ക്ലാസ് റൂമാണ് അല്ലേ? വളരെ സ്പേഷ്യസ് ആണ്. ക്ലാസ് റൂംസ് മൊത്തത്തിൽ സ്പേഷ്യസ് ആണ്. ഇതിന് ഓൾമോസ്റ്റ് പണി കഴിഞ്ഞിരിക്കുന്നു. AC-യുടെ പണി കഴിഞ്ഞിരിക്കുന്നു അല്ലെ? നിലത്തിന്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഡോറൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെറിയ സ്റ്റാൻഡുകൾ വരാനും പോഡിയം വരാനും ഇവിടെ ആളുകൾ ഇരിക്കാനുള്ള സൗകര്യം വരാനൊക്കെയുള്ള പണികളെ ബാക്കിയുള്ളൂ. അവസാനവട്ട മിനുക്ക് പണികളിലാണ് സൈലത്തിന്റെ ക്യാമ്പസ് ഉള്ളത്. വാഷ് ബേസിനുകളൊക്കെ ഇവിടെ വരാനിരിക്കുന്നു. നിരനിരയായി ടോയ്ലറ്റുകൾ ഇങ്ങനെ നിങ്ങൾക്ക് കാണാം. ടൈൽസ് ആണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത് സാറേ. നല്ലൊരു ആംബിയൻസ് ഉണ്ടാവും. എല്ലാ ടോയ്ലറ്റുകളിലും സ്പേഷ്യസ് ആയ ടോയ്ലറ്റുകളാണ്. വലിയ ടോയ്ലറ്റുകളുടെ ഒരു നിര. എനിക്ക് തോന്നുന്നത് എല്ലാ ഫ്ലോറിലും, ഈ ഫ്ലോറിൽ തന്നെ പലയിടങ്ങളിലായി ടോയ്ലറ്റുകൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. 2-3 സ്ഥലങ്ങളുണ്ട് സാറേ. തൊട്ടിപ്പുറത്തും ഇതേപോലെ തന്നെ ടോയ്ലറ്റുകളുടെ ഒരു സീരീസാണ് കാണുന്നത്. ഇവിടെയും ടോയ്ലറ്റാണ്. എല്ലായിടത്തും ഇതേപോലെ സ്പേഷ്യസ് ആയ ടോയ്ലറ്റുകൾ, 10-20 ടോയ്ലറ്റുകൾ അടിഭാഗത്ത് തന്നെ അറേഞ്ച് ചെയ്തതായി കാണുന്നുണ്ട്. ഈ ഭാഗത്ത് ഇവിടെ നിന്ന് അങ്ങോട്ടേക്കും ടോയ്ലറ്റുകളാണ് ഉള്ളത്. അപ്പോൾ ഇവിടെയുള്ള കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളും, സിക്ക് റൂം. ഇപ്പോൾ നമ്മൾ നേരെ കയറി വന്നത് ലോഞ്ചിലേക്കാണ്. പക്ഷേ ലോഞ്ചിൽ നിന്ന് താഴോട്ടേക്ക് അടിയിലോട്ടേക്ക് പോകാവുന്ന ഒരു സൗകര്യം വേറെയും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന നിലകൾ മാത്രമല്ല, ഇതിന് അടിഭാഗത്ത് ഒരു നില ഇതേപോലെ ക്രമീകരിച്ചിട്ടുണ്ട്. ചെറിയ നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ ആണ്. താഴെ നമ്മൾ എന്തൊക്കെ സൗകര്യങ്ങളാണോ കണ്ടത് അത് കംപ്ലീറ്റ്ലി ഫ്ലോർ. അതേപോലത്തെ ഒരു ലോഞ്ച്, അതേ വലിപ്പമുള്ള ഒരു ലോഞ്ച് ഇവിടെ ഉണ്ട് അല്ലേ? ലോഞ്ച് ഇവിടെ ലിഫ്റ്റ് സ്പേസും അതേ വലിപ്പമുള്ള ഒരു ലോഞ്ചും. ഈ ലോഞ്ച് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്ക് ടൈം ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊന്ന് റിലാക്സ് ചെയ്യാൻ. അതായത് ക്യാമ്പസിനകത്ത് തന്നെ സൗകര്യങ്ങൾ പുറത്തുണ്ടെങ്കിലും അകത്ത് തന്നെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യട്ടെ എന്ന ആഗ്രഹത്തിലല്ലേ. ഇവിടെയും AC കാണുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഈ ക്യാമ്പസ് ടോട്ടലി, ക്ലാസ് റൂം മാത്രമല്ല, ടോട്ടലി സെൻട്രലൈസ്ഡ് ആണ് അല്ലേ? മൊത്തത്തിൽ സെൻട്രലൈസ്ഡ് AC ആണ്. എല്ലാ ഫ്ലോറുകളിലും ഇതേപോലെ ലോഞ്ചും ഈ കോൺസെപ്റ്റും തന്നെ ഉണ്ടല്ലേ? സകല സൗകര്യങ്ങളോടും കൂടെ കൊമേഴ്സിന് മാത്രമായി ഇങ്ങനെ ഒരു ക്യാമ്പസ് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ മിഷേൽ സാറ് നേരത്തെ പറഞ്ഞ പോലെ ACCA സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എക്സ്ക്ലൂസീവായി ഒരുക്കി കിട്ടുന്ന ആദ്യത്തെ രാജകീയ ക്യാമ്പസ് ആയിരിക്കും സൈലന്റ് ക്യാമ്പസ് അല്ലേ? ഈ കൊമേഴ്സ്, CA, ACCA പോലുള്ള കോഴ്സുകൾക്ക് ഇതുപോലൊരു ക്യാമ്പസ് കേരളത്തിലില്ല എന്ന് നിസ്സംശയം പറയാം നമുക്ക്. ഇങ്ങനെ ഇതിങ്ങനെ മുകളിലോട്ട് ഓരോ ഫ്ലോറുകളായി ഉണ്ട്. അങ്ങോട്ടേക്ക് ഞങ്ങൾ കയറി പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്, ഇതൊക്കെയാണ് കൊച്ചി ക്യാമ്പസിന്റെ. മുകളിൽ 2 ഫ്ലോറും കൂടി ഉണ്ട് സാറേ. മൊത്തത്തിൽ 5 നിലയാണ്. അപ്പൊ എല്ലായിടത്തും ഇതേ കോൺസെപ്റ്റ് ആണ്. നമ്മൾ കയറേണ്ട, എല്ലായിടത്തും ഇതേ കോൺസെപ്റ്റ് ആണ്. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പണിയെടുക്കുന്ന ആളുകളെ ബുദ്ധിമുട്ടിക്കണ്ട. നമ്മളിങ്ങനെ ഷൂട്ടൊക്കെ ചെയ്യുന്നതുകൊണ്ട് അവരൊന്ന് ഒതുങ്ങി മാറിയൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ക്യാമ്പസിന്റെ പണി മുഴുവൻ കഴിഞ്ഞ് ഇതൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റായി വരുമ്പോഴേക്കും കേരളത്തിലെ ഏറ്റവും വലിയ, മിഷേൽ സാറ് പറഞ്ഞ പോലെ ഒരുപക്ഷെ കേരളത്തിലെ ACCA-യുടെ ഒക്കെ ഇൻഡസ്ട്രി കണ്ടതിലെ ഏറ്റവും വലിയ മഹാസംഭവങ്ങളിൽ ഒന്നാണ്
നിങ്ങൾക്ക് വേണ്ടി സൈലം ഒരുക്കാൻ വേണ്ടി പോകുന്നത്. മിഷേൽ സാർ, എനിക്ക് തോന്നുന്നത് ഇതേ അവസ്ഥ തന്നെയായിരുന്നു സയൻസ് കോഴ്സുകളിലും സൈലം വരുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നത്. എക്സാക്ട്ലി. സൈലം വന്നതിന് ശേഷമാണ് അതിനൊരു വലിയ മാറ്റം കേരളത്തിൽ സത്യത്തിൽ ഉണ്ടാവുന്നത്. ഒരു ക്യാമ്പസ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ സാറി പറഞ്ഞ പോലെ ഫുള്ളി ഡിജിറ്റലായ ഒരു ക്ലാസ് റൂം എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് കേരളത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തിയത് സയൻസ് കോഴ്സുകളിൽ സത്യത്തിൽ സൈലമാണ്. കൊമേഴ്സ് പോലെയുള്ള കോഴ്സുകളിൽ സത്യത്തിൽ ഇതിനു മുമ്പേ അത് വരേണ്ടതാണ്. വലിയ കോഴ്സുകളായി വലിയ ഫീസ് സ്ട്രക്ചർ ഒക്കെ വെച്ചിട്ടാണ് ഈ കോഴ്സുകൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഫീസ് സ്ട്രക്ചറിലും കുട്ടികൾക്കുള്ള ആ ഒരു സംഭവം അറിയേണ്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും വലിയൊരു ഫീസിൽ എന്തായാലും ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈവൻ ദോ നമ്മൾ ബെസ്റ്റ് ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇൻഫ്രാസ്ട്രക്ചർ ഏറ്റവും ബെസ്റ്റ് ആണ്, പക്ഷേ ഫാക്കൽറ്റീസ് ഏറ്റവും ബെസ്റ്റ് ആണ്. ഇന്ത്യ വേൾഡ് വൈഡ് ഫേമസ് ആയിട്ടുള്ള ഓൾ ഇന്ത്യ ലെവലിൽ ക്ലാസ് എടുക്കുന്ന ലെക്ചറേഴ്സ് ആയിരിക്കും നമുക്ക് ക്ലാസ് എടുക്കുക. പക്ഷേ നമ്മുടെ ഫീസ് അത് കുട്ടികൾക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിൽ മാന്യമായിട്ട്. സൈലത്തിന്റെ മോട്ടോ എപ്പോഴും അതായിരുന്നു. മിഷേൽ സാറും സൈലത്തിന്റെ ഭാഗമായി സൈലത്തിന്റെ ACCA ഒക്കെ നേതൃത്വത്തിലേക്ക്, അക്കാഡമിക് ചുമതലകളുടെ നേതൃത്വത്തിലേക്ക് വരുമ്പോഴേക്കും സൈലത്തിന്റെ എഡ്യൂക്കേഷണൽ കോൺസെപ്റ്റിനെ എത്ര ആവേശത്തോടു കൂടിയാണ് മിഷേൽ സാർ കേരളത്തിന് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് എന്നത് വലിയ സന്തോഷം ഞങ്ങൾക്ക് തരുന്നുണ്ട്. നിലവിൽ ഈ മാർക്കറ്റിൽ നിൽക്കുന്ന ഫീസ് സ്ട്രക്ചറിൽ നിന്ന് അഫോർഡബിൾ ആയ ഒരു ഫീസ് സ്ട്രക്ചറിലേക്ക്, എല്ലാവർക്കും ACCA പഠിക്കാൻ കഴിയുന്ന ഒരു ഫീസ് സ്ട്രക്ചറിലേക്ക് ACCA പുനഃക്രമീകരിച്ചുകൊണ്ടാണ് ക്വാളിറ്റി യാതൊരു വിധത്തിലും കോംപ്രമൈസ് ചെയ്യാതെ, പക്ഷേ കുട്ടികൾക്ക് ഏറ്റവും നമ്പർ 1 മെറ്റീരിയൽ, നമ്പർ 1 ഫാക്കൽറ്റീസ്, നമ്പർ 1 ക്യാമ്പസ്, അഫോർഡബിൾ ഫീസ്. ഫീസിനെ മാത്രം താഴോട്ടേക്ക് കൊണ്ടുവരികയും ബാക്കി എല്ലാത്തിനെയും മുകളിലോട്ടേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്ന സൈലത്തിന്റെ എഡ്യൂക്കേഷണൽ സ്ട്രാറ്റജി അതേപോലെ സൈലം കൊമേഴ്സിലേക്കും കൊണ്ടുവരികയാണ്. CA കോഴ്സുകളിലും CMA കോഴ്സുകളിലും എല്ലാം ഇത് തന്നെയാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. സോ കേരളത്തിലെ കുട്ടികൾക്ക്, കേരളമാണ്, ഞങ്ങളത് എപ്പോഴും പറയാറുണ്ട്, സൈലം തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും ഒക്കെ എക്സ്പാൻഡ് ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലാണുള്ളത്. തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ കൊമേഴ്സിന്റെ ക്യാമ്പസ് വരാൻ പോകുന്നു. തമിഴിലുള്ള ACCA ആസ്പിറൻസ് ആയ ഒരുപാടേറെ സ്റ്റുഡൻസ് അത് കാത്തിരിക്കുന്നു. കൊമേഴ്സും CA ഒക്കെ എത്രയോ നമുക്ക് എൻക്വയറീസ് ഓൾറെഡി വന്നിരിക്കുന്നു. ഈ ഘട്ടത്തിലും ഞാൻ കേരളത്തിലെ കുട്ടികളോട്, കേരളത്തിലെ പാരൻസിനോട് എടുത്തു പറയുകയാണ്, കേരളമാണ് എന്ന തോന്നൽ എപ്പോഴും സൈലം ലേണിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ഒരു പാൻഡമിക് കാലം വന്നപ്പോഴും അതിനുശേഷം ഇങ്ങോട്ടും എല്ലാം കേരളത്തിന്റെ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയെ ഇത്രമേൽ ആത്മാർത്ഥമായി അഡ്രസ് ചെയ്ത ഒരു പ്ലാറ്റ്ഫോം സൈലത്തിന് മുമ്പോ ശേഷമോ ഉണ്ടായിട്ടില്ല എന്ന അഭിമാനത്തോടുകൂടെ ഞങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയും. കേരളത്തിലെ കുട്ടികളെല്ലാവരും, അത് 1ാം ക്ലാസ് തൊട്ട് ഇങ്ങോട്ടേക്കുള്ള കുട്ടികളെല്ലാവരും സൈലം സൈലം എന്ന ആവേശത്തോടെ പറയുന്നതിൽ നിന്ന് ഞങ്ങൾക്കറിയാം അവരോട് ചേർന്ന് നിൽക്കാൻ കാണിച്ച അവരുടെ സാമ്പത്തിക അവസ്ഥയെ, അവരുടെ സാമൂഹ്യ സാഹചര്യങ്ങളെ ഒക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ ഇത്രമേൽ ഞങ്ങളോട് ഒട്ടിപ്പിടിച്ചത് എന്ന്. അതുകൊണ്ട് കേരളമാണ് എന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടെ തന്നെയാണ് കൊമേഴ്സിലേക്കും സൈലം വരാൻ വേണ്ടി പോകുന്നത്. ബാക്കിയൊക്കെ മിഷേൽ സാറാണ് എന്നേക്കാൾ ഗംഭീരമായി പറയേണ്ടത്. ഏത് തരത്തിലാണ് ഈ കോഴ്സ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്, ഏത് തരം ഫാക്കൽറ്റീസ് ആണ് വരാൻ വേണ്ടി പോകുന്നത്, ഒക്കെ വരും ദിവസങ്ങളിൽ സാർ പറയാൻ വേണ്ടി പോവുകയാണല്ലേ. ഇപ്പം ഈ ഒരു വീഡിയോ നമ്മൾ ബേസിക്കലി ഉദ്ദേശിച്ചത് ഇൻഫ്രാസ്ട്രക്ചർ ക്യാമ്പസിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു, പരിചയപ്പെടുത്തലാണ്. ഇനിയുള്ള തുടർന്നങ്ങോട്ടുള്ള വീഡിയോസിൽ നമ്മുടെ ലെക്ചർ പാനൽസ് ആരാണ്, ക്ലാസ് നമ്മൾ എങ്ങനെയാണ് കൊടുക്കാൻ പോകുക എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ യൂട്യൂബ് ചാനലുകളിൽ വരും. പക്ഷേ ചെറിയൊരു അനൗൺസ്മെന്റ്, നമ്മൾ ACCAയുടെ ഡിസംബർ സെഷൻ ക്ലാസ്സുകൾ ഈ ക്യാമ്പസിലായിരിക്കും നടത്തുക. അത് സെപ്റ്റംബർ അവസാനത്തോടു കൂടി നമ്മൾ ക്ലാസ്സുകൾ ഈ മാസം ക്യാമ്പസിന്റെ ഉദ്ഘാടനത്തോടു കൂടി അല്ലേ. അപ്പോൾ ഉദ്ഘാടനത്തിന് തൊട്ട് മുമ്പായി പണി തീർന്ന ഒരു വീഡിയോയും പ്രതീക്ഷിക്കാം അല്ലെ. അതുവരെയും സാർ ഇവിടെ തന്നെ ഉണ്ട്. സാർ ഫുൾ ടൈം എറണാകുളത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. കോഴിക്കോട്ടെ ക്യാമ്പസിൽ ACCA ക്യാമ്പസിന്റെ പണി ഓൾമോസ്റ്റ് കഴിഞ്ഞു എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ഒന്നിച്ചു പോയി വിലയിരുത്തിയതാണ്. സോ ഈ ക്യാമ്പസിന്റെ പണി കഴിയും വരെ മിഷേൽ സാർ ഇവിടെ. മിഷേൽ സാറ് മാത്രമല്ല, മിഷേൽ സാറ്, പൂജ പ്രഭു, ബാക്കിയുള്ള പേരുകൾ ഞാൻ നിങ്ങളെ ഇതുവരെയും പരിചയപ്പെടുത്താത്തത് കൊണ്ടാണ് നിലവിൽ വെളിപ്പെടുത്താത്തത്. വലിയ പേരുകൾ, ഓൾ ഇന്ത്യ നിലവാരത്തിലുള്ള വലിയ ഫാക്കൽറ്റീസിന്റെ പേരുകൾ വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിയാനും കാണാനും പോവുകയാണ്. സോ എല്ലാ കുട്ടികളോടും, ACCAയുടെ മുഴുവൻ ആസ്പിരൻസിനോടും സൈലം എടുത്തു പറയുകയാണ്, ഈ ചാനലിൽ തന്നെ ഉണ്ടായിരിക്കുക, കാത്തിരിക്കുക. നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇത് തുറക്കാൻ വേണ്ടി പോകുന്നത്. കേരളത്തിൽ ഒരിടത്തും മറ്റൊരോപ്ഷനും ഇതിൽ പരം നിങ്ങൾക്ക് കിട്ടാനില്ല. സോ ഈ പരീക്ഷ എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇനി വരേണ്ടത്, നിങ്ങൾ നിലനിൽക്കുന്ന എല്ലാത്തിനെയും, എല്ലാ ശീലങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ കടന്നു വരേണ്ടത് ഈ ക്യാമ്പസിലേക്കാണ്. എങ്ങനെ നിങ്ങൾക്ക് വരാം, എന്താണ് കോഴ്സിന്റെ സ്വഭാവം തുടങ്ങിയതൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്ന ഫോൺ നമ്പറൊക്കെ താഴെ തരുന്നുണ്ട്. ഈ ഫോൺ നമ്പറിൽ വിളിച്ച് ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യണം. സൈലം എക്കാലത്തെല്ലാം അഡ്മിഷൻ
അനൗൺസ് ചെയ്തിട്ടുണ്ടോ അന്നെല്ലാം അത് ദിവസങ്ങൾക്കുള്ളിൽ കംപ്ലീറ്റ് ആവുന്ന കാഴ്ചയാണ് സൈലം ക്യാമ്പസുകൾ എപ്പോഴും കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്, ഈ നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ച് നിങ്ങളുടെ ഡിസംബർ എക്സാമിനേഷനുള്ള സ്ലോട്ട് നിങ്ങൾ ബുക്ക് ചെയ്യണം. എല്ലാവരും എന്ത് ചെയ്യുക, ഈ ദിവസങ്ങളിൽ തന്നെ അഡ്മിഷൻ എടുത്ത് ക്യാമ്പസിലേക്ക്, സൈലത്തിന്റെ എറണാകുളം ക്യാമ്പസും കോഴിക്കോട് ക്യാമ്പസും രണ്ടിടങ്ങളിലല്ലേ സാർ നമ്മൾ ഇപ്പോൾ ആരംഭിക്കുന്നത്? കോഴിക്കോട് നമ്മൾ സ്റ്റേഡിയത്തിന്റെ അടുത്താണ്, കൊറോണേഷൻ തിയേറ്ററിന്റെ അടുത്തായിട്ടാണ്. കോഴിക്കോട് ടൗണിൽ തന്നെ കൊറോണേഷൻ തിയേറ്ററിന് തൊട്ടടുത്ത് പോലീസ് ക്ലബ്ബൊക്കെ നിങ്ങൾക്ക് കാണാം. അതിന് തൊട്ടടുത്തായി സൈലം എന്ന ഒരു ക്യാമ്പസ് നിങ്ങൾക്ക് കാണാം. മാനാഞ്ചിറ എന്ന് പറയുന്ന കോഴിക്കോടിന്റെ സെന്ററിൽ ബസ് ഇറങ്ങി നേരെ കയറി വരാവുന്ന ഇടത്ത് നിങ്ങൾക്ക് ടൗണിന്റെ എല്ലാ ആക്സസും ഉള്ള ഈ പറഞ്ഞ പോലെ റഹ്മത്ത് ഹോട്ടൽ, അത് ഇത് കോഴിക്കോടിന്റെ പ്രൗഢി മുഴുവനും അല്ലെ, സ്റ്റേഡിയം. അതെ, മിഷേൽ സാർ എപ്പോഴും പറയാറുള്ളത് സൗകര്യം ഉണ്ടാവണം ചുറ്റുമെന്ന്. മിഷേൽ സാർ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാന്, ചായ കുടിക്കാനുള്ള സൗകര്യങ്ങൾ വേണം. ഒരു അധ്യാപകൻ എന്ന രീതിയിൽ ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ ശീലങ്ങളെ മിഷേൽ സാറിനോട് റിലേറ്റ് ചെയ്യാൻ കഴിഞ്ഞത് പലപ്പോഴും ഇങ്ങനെയാണ്. ഒരു ക്ലാസ് റൂം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് നിന്ന് അത് പോരാ, കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളും വേണം. അവരുടെ ഭക്ഷണം, അവരുടെ വരവ്, അവരുടെ താമസം എല്ലാം പ്രധാനപ്പെട്ടതാണ്. ഈ എക്കോസിസ്റ്റം മുഴുവനുമായാണ് ഒരു കുട്ടിയെ മോൾഡ് ചെയ്തെടുക്കുന്നത് എന്ന എഡ്യൂക്കേഷന്റെ ആധുനികമായ കോൺസെപ്റ്റിനെ മുന്നോട്ട് വെക്കുന്ന അധ്യാപകരാണ് സൈലത്തിന്റെ മുൻനിരയിൽ എന്നത് ഞങ്ങൾക്ക് സന്തോഷം തരുന്നുണ്ട്. അത് തന്നെയാണ് കോഴിക്കോട്ട് ക്യാമ്പസ് ആരംഭിക്കുമ്പോഴും എറണാകുളം ക്യാമ്പസ് ആരംഭിക്കുമ്പോഴും സൈലത്തിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ വെല്ലുവിളി. ആ വെല്ലുവിളിയെ ക്യാമ്പസ് കൊണ്ട് മറികടന്ന് തന്നെയാണ് സൈലം നിങ്ങളെ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. സോ എല്ലാവരും കടന്നു വരിക, അഡ്മിഷൻ എടുക്കുക. പെട്ടെന്ന് നമുക്ക് ക്ലാസ്സുകളിലേക്ക് കടക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഫാക്കൽറ്റീസ് എല്ലാം സെറ്റ് ആയിരിക്കുന്നു. അവരെല്ലാം ഇതിന് തൊട്ടടുത്ത് തന്നെ, ഈ ക്യാമ്പസിന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരിടത്ത് ഇരുന്നു കൊണ്ട് നിങ്ങളുടെ അക്കാദമിക്സ് പ്ലാൻ ചെയ്യുകയാണ്, നിങ്ങളുടെ മെറ്റീരിയൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനെയൊക്കെ ലീഡ് ചെയ്തുകൊണ്ടുകൂടിയാണ് മിഷേൽ സാർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നത്. നിങ്ങളുടെ മെന്റേഴ്സ് എല്ലാവരും ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഒരു ക്യാമ്പസിന് വേണ്ട എല്ലാം ഇതിൻ്റെ ബാക്ക്-എൻഡിൽ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ആപ്പ് പ്ലാറ്റ്ഫോം, ഓൺലൈൻ ക്ലാസ് മുറി, അങ്ങനെ കേരളത്തിൻ്റെ കൊമേഴ്സ് ഇൻഡസ്ട്രിക്ക് ശീലമില്ലാത്ത പലതും സൈലം ഏറ്റവും അഫോർഡബിളായ ഫീ സ്ട്രക്ചറിനൊപ്പം കൂട്ടിക്കെട്ടി നിങ്ങൾക്ക് തരികയാണ് എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മറ്റൊരു ഓപ്ഷൻ ഇല്ല. സൈലത്തോട് റിലേറ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഈ മാസത്തിന് ശേഷം കേരളത്തിൻ്റെ കൊമേഴ്സ് ഇൻഡസ്ട്രി കാണുകയേയില്ല. അതുകൊണ്ട് കോമ്പറ്റീഷനെ കുറിച്ചുള്ള വേവലാതി സൈലം ആരംഭിച്ചപ്പോൾ സയൻസിലും ഞങ്ങൾക്കില്ലായിരുന്നു, ഇപ്പോഴും ഞങ്ങൾക്കില്ല. കോമ്പറ്റേറ്റർ എന്ന് പറയാവുന്ന ഒരു പ്ലാറ്റ്ഫോമും ഇല്ലാത്ത രീതിയിലേക്കാണ് സൈലം ACCAയും CAയും CMAയും ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരിക്കൽ കൂടെ കുഞ്ഞുങ്ങളോട് മിഷേൽ സാറ് തന്നെ വരാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ACCAയുടെ ക്ലാസ്സുകൾ, ഡിസംബർ എക്സാം സെഷനിലേക്കുള്ള ക്ലാസ്സുകൾ സെപ്റ്റംബർ അവസാനത്തോടുകൂടി സ്റ്റാർട്ട് ചെയ്യും. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്, ഏതൊക്കെ പേപ്പേഴ്സാണ്, ഫീസ് എത്രയാണ്, ആരൊക്കെയാണ് ലെക്ചറേഴ്സ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും യൂട്യൂബ് ചാനലിലും നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന ലെക്ചറേഴ്സ്, ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സുകൾ അഫോർഡബിൾ റേറ്റ്സിൽ ഈ പറയുന്ന ഏറ്റവും മികച്ച ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യത്തിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ACCAയുടെ എല്ലാ പേപ്പേഴ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കൊച്ചി ക്യാമ്പസിൽ വരാൻ പറ്റാത്ത ദൂര സ്ഥലത്തു നിന്നുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ആപ്പിൽ ഓൺലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആപ്പ് ഈ ഒരു ബിൽഡിങ്ങിൽ കാണുന്ന സൗകര്യങ്ങളുള്ള പോലെ തന്നെയുള്ളൊരു ആപ്പാണ് നിങ്ങൾക്ക് സൈലം ഒരുക്കി വെച്ചിട്ടുള്ളത്. ഏറ്റവും ബെസ്റ്റ് ആപ്പ്, ഏറ്റവും ബെസ്റ്റ് യൂസർ എക്സ്പീരിയൻസ്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ യൂട്യൂബ് ചാനൽ നടത്തിയിട്ടുള്ള മാരത്തോൺ സെഷൻ കണ്ടതാണ്. അതിൽ കുറേ പേര് പറഞ്ഞു ആ ഒരു വ്യൂ, ആ ഒരു എക്സ്പീരിയൻസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് സൈലം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ നിങ്ങളെല്ലാവരും എത്രയും പെട്ടെന്ന് കോൺടാക്ട് നമ്പറിൽ വിളിക്കുക, നിങ്ങളുടെ സ്ലോട്ട്സ് ബുക്ക് ചെയ്യുക, ഫാസ്റ്റ്ലി ഇനി അങ്ങോട്ടേക്കുള്ള ACCAയുടെ പഠനം സൈലത്തിനൊപ്പം ആവണം എന്ന് തീരുമാനിച്ച് റെവല്യൂഷനൊപ്പം ആദ്യം കടന്നു വരിക അല്ലേ? അതെ, അതാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് വൈൻഡപ്പ് ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് കേരളത്തിൻ്റെ കൊമേഴ്സ് പഠനം സഞ്ചരിക്കാൻ പോവുക സൈലത്തിനൊപ്പമാണ്. അടുത്ത അക്കാഡമിക് ഇയറോട് കൂടെ അതിൻ്റെ മാറ്റം കേരളം കാണും, നിങ്ങൾ ഓരോരുത്തരും കാണും. അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ തന്നെ അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ സൈലത്തിലേക്ക് കടന്നു വരിക എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ കാത്തിരിക്കുകയാണ്. സൈലത്തിൻ്റെ ക്യാമ്പസുകളിലെല്ലാം ഞങ്ങൾ ഓരോരുത്തരും ഉണ്ട്, നിങ്ങളെ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വൈൻഡപ്പ് ചെയ്യുന്നത്. നമുക്ക് കാണാം.